ഞാനിതാ ഇങ്ങനെ ചാടിക്കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. വെള്ളത്തിൽ വീണുപോയി നമ്മുടെ ഫോണ്, ഇവരുടെ ഫോൺ ഇപ്പം വെള്ളത്തിൽ വീണുപോയി. അപ്പോൾ ഒന്നും സംഭവിക്കുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എല്ലാവർക്കും സ്വാഗതം. ഓരോ കമ്പനികളും വ്യത്യസ്തമായ അഭിരുചികളോടുകൂടി ആധുനികമായ രീതിയിലുള്ള ഫോണുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഓരോ ഫോണുകൾ വരുമ്പോൾ അതിൻ്റെ പ്രീ ലോഞ്ചിങ് നടക്കുന്ന ഒരു സ്ഥാപനം മട്ടന്നൂരിലുണ്ട്. മട്ടന്നൂർ നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിലുള്ള ഓർമ്മ മൊബൈൽസ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു പുതിയ ഫോണ് വന്നിട്ടുണ്ട്. സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ആധുനികമായ സംവിധാനമുള്ള വില കുറഞ്ഞ ഒരു ഫോണാണ്. റിയൽമി 40X എന്ന് പറയുന്ന ഫോണാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതാണ്. ഞാനിതാ ഇങ്ങനെ ചാടിക്കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. ഇനി ഒരു പ്രക്രിയ കൂടി ഉണ്ട്, അതുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പം മറ്റന്നാളാണ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇപ്പോഴും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൺ പരിചയപ്പെടാനുള്ള അവസരമുണ്ട്. ഒപ്പം തന്നെ ഇതിന് 2 വർഷത്തെ വാറണ്ടി കൂടി ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആദ്യം വാങ്ങുന്ന ആളുകൾക്ക് 2 വർഷത്തെ വാറണ്ടി ഉണ്ടാവും. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഫോണ് പോലെ നിങ്ങൾക്ക് പുതിയ ഫോൺ കിട്ടുന്ന ഒരു അവസരമാണ്. അതുകൂടി ഉപയോഗപ്പെടുത്തണം. ഇപ്പോൾ ഇവിടെ ഫോൺ വാങ്ങാൻ വന്ന നമ്മുടെ മറ്റൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഞാൻ ഈ ഫോൺ കൊടുത്തിട്ട് ഒരു സംഭവം കാണിക്കാം. യെസ്, അപ്പോൾ ഇതാ ഇവരുടെ ഫോൺ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതാ ഈ വെള്ളത്തിലേക്ക് ഫോൺ ഇടാൻ വേണ്ടി പോകണം. ഞാനിടുമ്പോൾ മാജിക്കാന്ന് പറയണ്ട. അപ്പോൾ ഇവർ തന്നെ ഇട്ടിട്ട് യെസ് ഇട്ടാ ഫുള്ള് അതിൽ ഇട്ട് വെള്ളത്തിൽ വീണുപോയി നമ്മുടെ ഫോണ്. ഇവരുടെ ഫോൺ ഇപ്പം വെള്ളത്തിൽ വീണുപോയി. അപ്പോൾ ഒന്നും സംഭവിക്കുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. യെസ്, ടച്ച് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ ഫോണ് ഇതേപോലെ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്ക്രീൻ ഇങ്ങനെ നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അനങ്ങൂല. നമുക്കറിയാമല്ലോ. ഇപ്പോൾ വേണമെങ്കിൽ എൻ്റെ ഫോൺ കാണിച്ചു തരുന്നു. പക്ഷേങ്കിൽ വിരേവിഷൻ്റെ ഫോൺ ആയതുകൊണ്ട് വെള്ളം നനഞ്ഞാൽ പോയ പ്രശ്നമല്ല. അപ്പോൾ ഇതിനങ്ങനെയല്ല. ഇപ്പോൾ ഇതാ വെള്ളം നനച്ചു. ഇപ്പോൾ ഇതാ നമ്മളിതാ വെള്ളം നനച്ച് അതിന് ശേഷം നമ്മൾ സ്ക്രീന് ഇതായിക്കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഫോണ് വിളിക്കാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനോ ഒരു തരത്തിലും പ്രയാസം ഉണ്ടാവില്ല. ഇപ്പോൾ മഴപ്പാറിലൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ പോയി പോകുന്നുള്ള സംശയമൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇതിനകത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സാധാരണക്കാരായ ആളുകൾക്കും വേഗത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് ഇത്തരം കമ്പനികൾ വില കുറഞ്ഞ ഫോണുകൾ ഏറ്റവും ലേറ്റസ്റ്റായി ഇതേപോലെ വെള്ളം നനഞ്ഞാലും അതുപോലെ വീണ് പോയാലും ഒക്കെ പോകാത്ത രീതിയിൽ ഉപയോഗിക്കാൻ പാകപ്പെടുന്ന രീതിയിലേക്കുള്ള ഫോണുകൾ കമ്പനി ഇറക്കുകയാണ്. ആ ഫോൺ ഇതേപോലെ വർക്ക് ചെയ്യുന്നുള്ളതാണ് പ്രത്യേകത. ഇതെങ്ങനെ വെള്ളത്തിൽ വീണാലും ഈ ഫോൺ നമുക്ക് ഉപയോഗിച്ചില്ലാക്കാം. സ്വാഭാവികമായിട്ട് നമുക്ക് സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നം എന്താ വെച്ചാൽ, ഒന്ന് ജോലി സ്ഥലത്ത് നിന്ന് ഫോൺ വീണ് പോകും, രണ്ടാമത് ഇതേപോലെ വെള്ളത്തിലൊക്കെ അത്യാവശ്യം വീണ് പോകും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലും ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ഏതാണ്ട് 15,000 രൂപ റേഞ്ചിൽ വരുന്നതാണ് ഈ ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാം. സാധാരണക്കാർ ഉൾപ്പെടെയുള്ള ഉന്നതരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ രീതിയിൽ കുറഞ്ഞ ചെലവിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോണാണ്. അപ്പോൾ അത് പരമാവധി ആളുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് മുന്നിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന് ഫോൺ പരിചയപ്പെടുത്തി അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് അനുകൂലമാണെന്നൊക്കെ പരിശോധിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഞാൻ നിങ്ങളെ ഈ പരിചയപ്പെടുത്താനുള്ള പ്രക്രിയ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ ക്യാമറ ചെയ്യുന്നത് തമീമാണ്. മറ്റുള്ളടത്ത് വീണ്ടും കണ്ടുമുട്ടാം.